ശ്രീ മധുസൂദനൻ നായർ, ഇപ്പോൾ വിവിധ വകുപ്പുകൾ പരസ്പരം പഴിചാരുകയാണ്. അതുപോലെ കോർപ്പറേഷനും റെയിൽവേയും പരസ്പരം കൊമ്പ് കോർക്കുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. ഇപ്പോഴിതാ കോളറ, ഡെങ്കിപ്പനി ഇതൊക്കെ പടർന്ന് പിടിക്കുകയാണ്. ഇങ്ങനെ റെയിൽവേയുടെ തലയിൽ ഈ ഉത്തരവാദിത്തം കെട്ടിവെച്ച് കൈകഴുകാനാവുമോ? അനിൽ നമ്പൂതിരി, ആദ്യമായിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു സാധു കുടുംബത്തിൽപ്പെട്ട മാരായമുട്ടത്തുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ, ശ്രീ ജോയി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ, ശ്രീ സതീഷ് ഗോപി സാർ സൂചിപ്പിച്ച പോലെ, വെറും 1500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചാൺ വയറിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിട്ട് എന്താ അർത്ഥമായിരിക്കുന്നതിനകത്ത്? നമ്മുടെ ആവശ്യം എന്താണ്? ഇപ്പോൾ നേരത്തെ നമ്മുടെ ജയരാജ് സാർ പറഞ്ഞ പോലെ ഇച്ഛാശക്തിയോടുള്ള ഒരു ഭരണ നേതൃത്വം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് അവിടെ വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഞാനും ഇന്നലെ മൊത്തം അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടായത്, രാത്രിയൊക്കെ ഉണ്ടായിരുന്നു, ഇന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പറയുന്നത്, ചാനൽ ചർച്ചയിലൊക്കെ ചാനലുകാർ ചോദിക്കുമ്പോൾ പറയുന്നത്, മേയർ ഉൾപ്പെടെ പറയുന്നത്, ഇത് റെയിൽവേ ആണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം. എങ്ങനെയാണ്? ഞാൻ റെയിൽവേ സാധൂകരിക്കുന്നതല്ല. ആകെ 13.5 കിലോമീറ്റർ ദൂരമുള്ള ഈ ആമഴിഞ്ചാൽ തോടിൽ 117 മീറ്റർ ദൂരം മാത്രമാണ് റെയിൽവേക്കകത്തൂടെ പോകുന്നത്. ബാക്കി വരുന്ന ഭാഗം എല്ലാം മേജർ ഇറിഗേഷൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് ഒന്നാം പ്രതി എന്ന് പറയുന്നത് നഗരസഭയും, രണ്ടാം പ്രതി സംസ്ഥാന സർക്കാരുമാണ്. അതിനകത്ത് ഈ മേജർ ഇറിഗേഷൻകാർ എന്തുകൊണ്ട് ഇത് സമയബന്ധിതമായി ഈ ഓട ക്ലീൻ ചെയ്യാനുള്ള സന്നദ്ധ പ്രകടിപ്പിക്കുന്നില്ല? നേരത്തെ ജയരാജ് സാർ പറഞ്ഞ പോലെ, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പല രീതിയിൽ നിന്നും പ്രവർത്തനം ഉണ്ടാകുന്നു. കോടിക്കണക്കിന് രൂപ ഈ ആമഴഞ്ചാൻ തോടും തെറ്റിയാർ തോടും ഇങ്ങനെയുള്ള തോടുകളിൽ ഒഴുക്കിക്കളയാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, സാർ ഇവിടെ ഈ കിള്ളിയാറിൻ്റെ സമീപത്തുള്ള ഒരു വിഷയം സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഈ കഴിഞ്ഞ 2017 ഞാനൊരു കോർപ്പറേഷൻ ഒരു പ്രമേയം അവതരിപ്പിച്ചു. മറ്റൊന്നുമല്ല, കിള്ളിയാർ ശുചീകരണ യജ്ഞം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. അത് അന്നത്തെ മേയറായിരുന്ന ശ്രീ VK പ്രശാന്ത് ഉൾപ്പെടെ ഭരണസമിതി ഐക്യകണ്ഠേന ആ പ്രമേയം അംഗീകരിക്കുകയും അതിനുവേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുകയുണ്ടായി. അന്ന് പല കമ്മിറ്റികൾ രൂപീകരിച്ചു. നിങ്ങൾക്കറിയാമായിരിക്കും, ഓട്ടംതുള്ളലും നാടകമൊക്കെ റോഡിൽ നടത്തിയുള്ള ഒരു പ്രകസന പരിപാടികൾ നടത്തി. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ആ കിള്ളിയാർ ശുചീകരണം നടത്തിയില്ല. അത് പറയാൻ കാര്യം, ഞാനന്ന് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ നമ്മുടെ ഈ നെടുമങ്ങാട് പനകൂർന്ന് ഉത്ഭവിച്ചു വരുന്ന ഈ നല്ലൊരു ശാന്തമായി ഒഴുകുന്ന കിള്ളിയാർ നമ്മുടെ നഗരസഭയുടെ അതിർത്തി പ്രദേശമായ തുരുത്തുമൂല വാർഡ്, ആ തുരുത്തുമൂല വാർഡ് മുതൽ കളിപ്പാങ്കുളം വരെ 13.5 കിലോമീറ്റർ ദൂരമുള്ള ഈ നല്ലൊരു ശാന്തമായി ഒഴുകിയിരുന്ന കിള്ളിയാർ, അവിടെയൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മുടെ സതീഷ് ഗോപി സാർ പറഞ്ഞ പോലെ കുളിച്ചും മണിക്കൂറുകളായിട്ട് കിടന്ന ആൾക്കാരാണ്. ഇന്ന് ആ 13.5 കിലോമീറ്റർ ദൂരം നെടുമങ്ങാട് കഴിഞ്ഞ് ഏകദേശം ഈ പറഞ്ഞ കരകുളമൊക്കെ എത്തുമ്പോഴാണ് ഈ റോഡ് ഈ ആറ് മലിനമായി വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് നേരത്തെ ജയരാജ് സാർ സൂചിപ്പിച്ചാലോ, കോളേജിലെ വിദ്യാർത്ഥികളെ കൊണ്ട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തു. ഈ കോളേജിലെ കണ്ടൻ്റായിരുന്നു കംപ്ലീറ്റ് കൂടുതലുണ്ടായിരുന്നു. അന്ന് നമ്മളെ പറഞ്ഞെന്താണ്, നിങ്ങൾ മെക്കാനിക്കലായിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അന്ന് ചെയ്ത് എന്താണെന്നറിയാമോ? അത് നമ്മുടെ ഏതോ ഒരു സ്ഥലത്ത് ക്ലീൻ ചെയ്ത് ഗിന്നസ് ബുക്കിൽ പേര് വന്ന അവസരത്തിൽ അതിനെ മറികടന്നുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് 10,000-ലധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കിള്ളിയാർ ശുചീകരണ യജ്ഞം നടത്തണമെന്നുള്ള അവരുടെ പിടിവാശി, അന്നത്തെ ഭരണസമിതിയുടെ പിടിവാശി കാരണം അന്ന് അത് ഫെയിലുറായി. ഒരു എൻ്റെ വാർഡിൽ അന്ന് ഞാൻ പാങ്ങോട് വാർഡായിരുന്നു. എൻ്റെ വാർഡിൽ അന്ന് പാവപ്പെട്ട ഒരു തൊഴിലാളി പോലും ഞാൻ ആരുടെ സമ്മതിച്ചില്ല. കാരണം അതാണ്, അവൻ മനുഷ്യനാണ്, അവന് കുടുംബമുണ്ട്, അവന് കുട്ടികളുണ്ട്. അന്ന് ഞാൻ അതിന് അനുവദിച്ചില്ല. കാരണം പരിപൂർണമായി 27 ലക്ഷം രൂപ, ആ 2017 27 ലക്ഷം രൂപ കിള്ളിയാറിന് പ്രത്യേക ഒഴുക്കിക്കളയാണ് ചെയ്തത്. ഞാനൊരു ഇതിനോടനുബന്ധിച്ച് പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള, അതുപോലെ കിള്ളിയാർ തീരത്ത് ഇപ്പോൾ ഈ 13.5 കിലോമീറ്റർ ദൂരത്തുള്ള ഈ അനധികൃതമായ കയ്യേറ്റങ്ങൾ, ഇത് ഒഴിപ്പിക്കാൻ ഈ ഭരണ നേതൃത്വത്തിന് അതിനുള്ള ആർജവമുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് ആർജവമുണ്ടോ? ആ കിള്ളിയാർ ഇന്ന് ഒരു തോടായി മാറിയിരിക്കുകയാണ്. അത് വലിയൊരു ആറായിരുന്നതാണ് തോടായി മാറി. ഇതെല്ലാം കയ്യേറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ആമഴഞ്ചാൽ തോടിലുണ്ടായ ഈ ഒരു മഹാദാരുണത്തിന് ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ നഗരസഭാ ജീവനക്കാർ, അതോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സിൻ്റെ ജീവനക്കാർ, അതുപോലെ തന്നെ ഈ അതുമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ച മഹത് വ്യക്തികൾ എന്ന് തന്നെ ഞാൻ പറയുന്നു. ആ വ്യക്തികൾ ഇന്നലെ മുതൽ പ്രവർത്തിച്ച അവർ ഞാൻ ഈ നിമിഷം അവരെ ഞാൻ വളരെ ആദരപൂർവ്വം നമസ്കരിക്കുകയാണ്. കാരണം അവരുടെ ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇന്നലെ മുതൽ അവർ ഈ ഏകദേശം 35-36 മണിക്കൂറോളം അതിനകത്ത് കിടന്ന് ഇതിനു വേണ്ടി തിരയുന്നത്. നിങ്ങളെല്ലാം കണ്ടിരിക്കും.
അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അതെ അങ്ങനെ ഈ നഗരസഭയിലെ ജീവനക്കാരെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാൻ പോകുന്നത് ശരിയല്ല. ഈ ജീവനക്കാർക്ക് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ ഹെൽത്തിനെ പറ്റിയുള്ള ഒരു അവയർനെസ് പോലും അവർ ഈ ഭരണസമിതി ചിന്തിക്കാറില്ല. ഞങ്ങൾ കൗൺസിലിൽ പല ആവശ്യത്തിൽ പറഞ്ഞോളൂ, പല സമയത്തും പറഞ്ഞോളൂ, ഈ നഗരസഭാ ജീവനക്കാർക്ക് വേണ്ടി വാദിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിലെ കൗൺസിലർമാരാണ്. മറ്റാരും തന്നെ ആ ജീവനക്കാർക്ക് വേണ്ടി വാദിക്കാറില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരും ജനങ്ങളാണ്, അവരും പാവപ്പെട്ടവരാണ്, അവർക്കും മക്കളുണ്ട്, കുട്ടികളുണ്ട്, അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അവരുടെ ജീവിതവും മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ച ഈ 1500 1300 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അവരുടെ ജീവൻ ആര് ഉത്തരം പറയും? ഇപ്പോൾ നഗരസഭ ഇവിടെ നേരത്തെ നമ്മുടെ അനിൽ നമ്പ്യാർജി ചോദിച്ച പോലെ റെയിൽവേയും ഇവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് 100 വർഷങ്ങൾക്ക് അപ്പുറം നിർമ്മിച്ച ഈ കനാൽ, ഈ റെയിൽവേക്കകത്തുള്ള കനാൽ, ഇപ്പോൾ റെയിൽവേ പറയുകയാണ് ഞങ്ങൾ അവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ്, നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നടപടി സ്വീകരിച്ചാൽ എന്ത് ചെയ്യും ഭരണകൂടം? അവരവിടെ വെച്ച് അവരുടെ ഇതിനകത്തുള്ള അനധികൃതമായിട്ട് ഇത് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ നഗരസഭ എന്ത് ചെയ്യും? അവരാണ് ഈ നഗരസഭ കുറ്റപ്പെടുത്തുന്നത്. മേയർ പറഞ്ഞു റെയിൽവേ അധികൃതർക്ക് കത്ത് കൊടുത്തുന്നു. ഇത് മേയർ എന്താ ഒരു പ്രമേയം കൗൺസിൽ അവതരിപ്പിച്ച് കൊടുത്തതായിട്ട് പറയാമോ? മേയർ ഒരു പ്രമേയം ഇത്തരത്തിലൊരു റെയിൽവേ ജീവനക്കാർക്ക്, റെയിൽവേ അധികൃതർക്ക് മുൻപ് നേരത്തെ ഇത്തരത്തിലുള്ള ഓട ക്ലെയിം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കത്ത് കൊടുത്തു എന്ന് പറയുന്നു. ഇത് കൗൺസിലിൽ ഒരു പ്രമേയമായിട്ട് മേയർ അവതരിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. നിഷേധിച്ചിട്ടുണ്ട് അത്. അതെ മാഡം അത് നിഷേധിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഉടനെ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി വരെ പറഞ്ഞത് ഈ നഗരസഭ ഭരണകൂടം പറഞ്ഞത് ഈ റെയിൽവേയാണ് കുറ്റപ്പെടുത്തിയത്. ഈ റോസി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രി ഇന്നൊരു പ്രസ്താവന ഇറക്കി, ഞാൻ ചാനൽ കണ്ടു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനുള്ള എല്ലാ നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് പറഞ്ഞതിന് ശേഷമാണ് മേയർ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറയാനായിട്ട് തയ്യാറായത്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും വാഗ്വാദത്തിനോ അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളോ ഒന്നും അല്ല പറയാം. നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറാണ്. ഈ സമിതിയോടൊപ്പം ഭരണ നേതൃത്വത്തോടൊപ്പം നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന കാര്യങ്ങൾ ഞങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അത് തുടർന്നും നിൽക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇത് ഈ പറഞ്ഞ അതാണ് ഇന്ന് 36-37 മണിക്കൂറായി. ഇപ്പോൾ കുറച്ച് നിമിഷം കഴിയുമ്പോൾ നിർത്തും. ആ മനുഷ്യനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്, ഒരു സംശയവുമില്ല. ഇന്നലെ ഈ പറഞ്ഞ സ്കൂബ അവരൊക്കെ പറഞ്ഞ ഡൈക്കാർക്ക് ടീമൊക്കെ പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് കടക്കാൻ പറ്റുന്നില്ല. മേളിൽ മല പോലെ ഈ സ്ലാബിന് മേളിൽ ചേർന്ന് കിടക്കുകയാണ്. അത് വെള്ളം ശക്തിയായി പമ്പ് ചെയ്തിട്ടും അത് പൊളിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് എങ്ങനെ ഇത് എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഈ മല രൂപപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. അതെ അത് കണ്ടെത്താൻ സഹായിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് റെയിൽവേ പ്രമിസസ് വരെയുള്ള ഓട, ആ പ്രമിസസ് വരെ ഓടയിൽ ഈ മാലിന്യം വരുന്നതിന് ആരാണ് ഉത്തരവാദി? റെയിൽവേ ആണോ ഉത്തരവാദി? നഗരസഭ ഹരിതകർമ്മസേന വഴി 100 വാർഡുകളിലും അത് അജൈവ മാലിന്യവും ജൈവ മാലിന്യവും സ്നേഹിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പല പദ്ധതികളുണ്ട്, അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. മധുസൂദനൻ നായർ, വിളപ്പിൽശാല ചവർ സംസ്കരണ ഫാക്ടറി അടച്ചുപൂട്ടിയ സമയത്ത് പ്രധാനപ്പെട്ട ആശങ്ക തിരുവനന്തപുരത്തുകാരുടെ ഇനി ഈ മാലിന്യങ്ങളൊക്കെ എങ്ങനെ സംസ്കരിക്കും? ആ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം തിരുവനന്തപുരത്തുണ്ടോ? അല്ല, അന്ന് ഈ പറഞ്ഞ വിളപ്പിൽശാല പൂട്ടിയ അവസരത്തിൽ വന്ന പദ്ധതികളാണ്. ഒന്ന് നമ്മുടെ അറിയാം പൈപ്പ് കമ്പോസ്റ്റ്, അറിയാമല്ലോ, ടോട്ടലി ഫെയിലറായി. അത് പെരിച്ചാഴിക്കും എല്ലുകൾക്കും ആഹാരം കിട്ടാനായിട്ടുള്ള ഒരു മാർഗ്ഗമായിരുന്നു. ആ 10,000 പൈപ്പ് കമ്പോസ്റ്റുകളാണ് സ്ഥാപിച്ച് വലിയ ഘോരഘോരമായിട്ട് ഇത് വലിയൊരു പദ്ധതിയാണെന്ന് പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ട് വന്നത്. നമുക്ക് അന്നത്തെ ഭരണസമിതിയൊന്നും നമ്മൾ അടച്ചാക്ഷേപിക്കാൻ തയ്യാറാകുന്നില്ല, ഓരോ പദ്ധതികൾ കൊണ്ടുവരുന്നു. പക്ഷേ ഇതെല്ലാം ഈ ആമയിഴഞ്ചാൻ തോട് ആമയിഴയുന്നത് പോലെ ആണെങ്കിൽ ഇത് മുയൽ ഓടുന്ന പോലെ പണം സമ്പാദിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ നഗരസഭയുടെ മാലിന്യം എന്ന് പറയുന്ന ചാകര എന്നുള്ളതാണ് നമുക്കെടുത്ത് പറയാനുള്ളത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിലുമായിട്ട് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു മാലിന്യ സംസ്കരണ പദ്ധതി മറ്റു സംസ്ഥാനങ്ങളില്ലേ? മറ്റു സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കണം. അല്ല, കേന്ദ്ര ഫണ്ടുകൾ പ്രയോജനപ്പെടുത്താമല്ലോ. കേന്ദ്ര ഫണ്ടുകൾ അതിനൊരു പദ്ധതി ആസൂത്രണം ചെയ്യണം, ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. ഇവരെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? പിന്നെ അല്ല, അതിന് നോക്കൂ, തലസ്ഥാന നഗരിയാണ്. പ്രതിദിനം 10,000 ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരത്ത് വരുന്നത്, ഒഴുകിയെത്തുന്നത്. വന്നിറങ്ങുന്നത് മാലിന്യ കൂമ്പാരത്തിലാണ്. ഇതെല്ലാം നടക്കുന്നത് തമ്പാനൂരാണ്. തമ്പാനൂർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയ ഭാഗമാണ്, അല്ലേ? അപ്പോൾ എത്ര നാണക്കേടാണ്. 2017 റെയിൽവേ എന്ന് പറഞ്ഞാണ് 2017 അവരതിനകത്ത്
ചെറിയ ഇറ്റാച്ചി ഇറക്കി അവർ ഈ 117 മീറ്റർ ദൂരം സുഖമായിട്ട് അവർ ആ ഇറ്റാച്ചി ഓടിച്ചെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 2017 വലിയ കാലതാമസമൊന്നും ഉള്ളതല്ല, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അവരത് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തെ തിരികെ കിട്ടട്ടെ, അത് നമുക്ക് അത്രയധികം വിശ്വസിക്കാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും ആ ഒരു ജീവൻ ഇതിനകത്ത് എവിടെ കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാകാതെ ഇതൊരു തികച്ചും ഫയർഫോഴ്സ് പറയുന്നത് ഇനി പറ്റില്ല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നേവി വരുന്നുണ്ട്, പക്ഷേ നേവിക്കും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല ഈ ജോയി എന്ന മനുഷ്യനെ ഈ മാലിന്യ കുമ്പാരത്തിലേക്ക് ഇറക്കിയ ആളെ ആണ് ആദ്യം കണ്ടെത്തേണ്ടത്. റെയിൽവേ കരാറുകാരനാണെന്ന് പറയുന്നു, പക്ഷേ ഒരു സുരക്ഷാ സംവിധാനം പോലും ഇല്ലാതെയാണ് ആ പാവപ്പെട്ട മനുഷ്യനെ, അയാളുടെ ഒരു ജാൺ വയറിന് വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്. അതെ. അപ്പോൾ നോക്കൂ, യാതൊരു സുരക്ഷാ സംവിധാനവും സ്വീകരിക്കാതെയാണ് അയാളെ ഇറക്കി വിട്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഫയർഫോഴ്സ് ജീവനക്കാർ. ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ന്. അദ്ദേഹം പറഞ്ഞു ഇവരുടെ സേവനത്തെ, അതായത് നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തെ സല്യൂട്ട് ചെയ്യുന്നു, പക്ഷേ അതേസമയം ഇവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ഇവർക്ക് ഗ്ലൗസ് ഇല്ല, ഇവർക്ക് മുഖാവരണമില്ല, ഇറങ്ങി നിൽക്കുന്നത് ആ മാലിന്യ കൂമ്പാരത്തിലാണ്. അപ്പോൾ നോക്കൂ, എപ്പോഴാണ് ഭരണകൂടം ഇനിയൊന്ന് കണ്ണ് തുറക്കുക?